ഹായ് ഹലോ ഗുഡ് ഈവനിങ്. റോഡിന്റെ പണി ഇങ്ങനെ പുരോഗമിച്ചോണ്ടിരിക്കണേ. ഈ അടുത്ത കാലത്തെങ്ങാനും റോഡിന്റെ പണി പൂർത്തിയാവോ എന്നുള്ള ചോദ്യമാണ്. ഞാൻ എല്ലാ ദിവസവും റോട്ടിൽ കൂടി ഇങ്ങനെ നമ്മ ജോലി കഴിഞ്ഞ് പോകുന്ന നേരത്തെ ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, റോഡ് പണി ഇപ്പോഴെങ്ങാനും തീർന്ന പാലത്തിന്മേ കൂടി ഒന്ന് പോകാൻ പറ്റുമെന്നാവോ. അങ്ങനെ നമ്മ ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം നമ്മുടെ ലേബർ ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞിട്ട് ചായക്കുള്ള കടിയും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പോകുന്നോർത്ത് നല്ല വിശപ്പുണ്ട്. അപ്പൊ അതൊക്കെ വാങ്ങിച്ച് ദേ വണ്ടറ പുറകെ കയറിയിട്ട് പോന്നപ്പ പോഞ്ഞ വഴി മീനൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ മീൻ വെട്ടി കറി വെക്കണം. പച്ചക്കറിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് നാളെ കൊണ്ടുപോകാനുള്ളത്. അപ്പിണ്ട് നോക്കിയപ്പോ കവറിനകത്ത് നല്ല മാമ്പഴം. വേറെ ഒന്നല്ലട്ടാ, ഞാൻ ഓഫീസ് വിട്ട് ഇറങ്ങിയപ്പം മാങ്ങിയിരിക്കണുണ്ടഞ്ഞപ്പോ കൊതി വന്നു കഴിഞ്ഞിട്ട് ഞാനും വാങ്ങിച്ചിട്ടുണ്ട് 1 കിലോ മാമ്പഴം. ഇന്നിപ്പം മൊത്തം മാമ്പഴത്തിന്റെ ഒരു ചാകരയാണ് ഗൈസ്. അനുചേട്ടന് മനസ്സിൽ എന്ത് എപ്പോ ഓർക്കണ അത് അപ്പൊ ഞാനും ഓർക്കും. ഞങ്ങളുടെ മനസ്സിന് ഭയങ്കര മനപ്പുറത്തോണെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. എന്താന്ന് വെച്ചാൽ നാളെ എനിക്കൊന്ന് കാണണമെന്ന് ഓർക്കണ നേരത്തെ അപ്പൊ എന്നെ വിളിക്കും. അങ്ങനെയൊക്കെ. അങ്ങനെ ഞാൻ മാങ്ങയൊക്കെ എടുത്തിട്ട് ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലോട്ടൊക്കെ എടുത്ത് വെച്ചിട്ട് വാതിലൊക്കെ തുറന്ന് ബാഗൊക്കെ അകത്തോണ്ട് വെച്ച് മുഖമൊക്കെ കഴിയിട്ട് ഇനി ഒരുപാട് പരിപാടികളൊക്കെ ഉണ്ട്. അടുക്കളയൊക്കെ നല്ല വഴിയിൽ കിടക്കുകയാണ് മക്കളെ. ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കി ചായക്കണം, അച്ചിങ് കുടിക്കണം, മീൻ വെട്ടണം. അങ്ങനെ അങ്ങനെ പണികൾ. ഇതേ കണ്ടാ മാങ്ങ ഞാനും ചേട്ടനും കൂടി വാങ്ങിച്ചത് എത്രത്തോളം ഉണ്ടായിട്ട് ഇനിയിപ്പം 2-3 ദിവസത്തൊക്കെ വിശക്കണം പറഞ്ഞോണ്ട് നമ്മളെ പിള്ളേര് കുറെ കൂടെ എടുക്കൂല എന്തായാലും. ഇതിനെ ഞാനൊരു വഴി ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് കൊണ്ടുവന്നതാണ്. ഇതിപ്പോ എനിക്ക് വിനയായി എന്നാണ് ഞാൻ ആലോചിക്കുന്നത്, വേറെ ഒന്നുമല്ല. അവന്റെ പ്രായത്തിന്റെയാണ്. ലോകത്തിലുള്ള ചെരുപ്പുകളും സാധനങ്ങളൊക്കെ വലിച്ചു വാരി കൊണ്ടുവന്ന് നമ്മുടെ വീട്ടിൽ പെരക്കകത്തൊക്കെ കൊണ്ടുവന്ന് ഇടും. പിള്ളേര് വീട് വൃത്തിയാക്കണേക്കാളും കൂടുതൽ ഇപ്പൊ ഇവനാണ് വീട് മുഴുവൻ വൃത്തികേടാക്കിയിടുന്ന ആള്. അതേ കുറച്ച് അച്ചിങ്ങ വാങ്ങിച്ചിട്ട് കഴിഞ്ഞ ദിവസം അച്ചിങ്ങ വാങ്ങിച്ചപ്പോ ഞാൻ പ്രത്യേകം പറഞ്ഞാണ് ഇനി അച്ചിങ്ങ നമ്മുടെ വീട്ടിൽ വാങ്ങിക്കണ്ടെന്ന്. ആരും കഴിക്കുകയും ഇല്ല. ചവറ് പോലെ ഇരിക്കുന്ന അച്ചിങ്ങ, ഒരു രസവും ഇല്ലാണ്ട്. കണ്ട നമ്മുടെ സ്ലാബൊക്കെ നല്ല കോലത്തിൽ കിടക്കുന്ന കാലത്തൊടുങ്ങുള്ള പാത്രങ്ങളും ഓരോ പാചകം ചെയ്ത് പോയേക്കണേന്റെ പാത്രങ്ങളൊക്കെ ആയിട്ട് നാല് വഴി. അപ്പൊ ഇതൊക്കെ ഒന്ന് ആദ്യം കഴുകി വൃത്തിയാക്കിയിട്ട് ഒന്ന് ഒതുക്കിയതിന് ശേഷം മീൻവെട്ടലും കാര്യങ്ങളൊക്കെ നിൽക്കാന്നോർത്ത് ഡ്രസ്സൊന്നും മാറിയില്ല, നേരെ നിൽക്കണ പണിക്ക്. ഇനിയിപ്പം എല്ലാ പണികളൊക്കെ കഴിഞ്ഞിട്ട് നേരെ കുളിച്ചു മാറി അതങ്ങടെ അലക്കാനിടലാന്ന് ഓർത്ത് കഴിഞ്ഞപ്പോ ഡ്രസ്സൊന്നും മാറാൻ നിന്നില്ലട്ടാ. ചട്ടിലോട്ട് നമ്മുടെ മീനൊക്കെ എടുത്ത് വെച്ചിട്ട് കറുപ്പ് മീനാണ്ട് കിട്ടിയേക്കണം. അപ്പോൾ ഒരിത്തിരി ചായയും തിളപ്പിക്കാൻ വേണ്ടിയിട്ട് അടപ്പത്ത് വെച്ചിട്ടുണ്ട്. കറുപ്പ് മീനാണ്. അപ്പൊ കറുപ്പ് മീനൊക്കെ വെട്ടിയെടുക്കണതിന് മുന്നേ ചായക്കൊക്കെ ഒന്ന് വെച്ച് കഴിഞ്ഞിട്ട് ചായയൊക്കെ ഒന്ന് കുടിച്ച് വിശപ്പൊക്കെ ഒന്ന് ആദ്യം ഒന്ന് മാറ്റാന്ന് ഓർത്ത് ചായയൊക്കെ വെച്ച് 2 ഏലക്കായൊക്കെ ഇട്ട് ചായയൊക്കെ തിളപ്പിച്ചെടുത്തപ്പം മീൻ അപ്പം ഇത്തിരി നേരം അവിടെ ഒന്ന് റെസ്റ്റ് ആയിട്ട് അപ്പോഴൊക്കെ നമ്മൾക്ക് പോയിക്കൊണ്ട് ചായക്കടി വാങ്ങിച്ചതും ചായയൊക്കെ ആയിട്ട് കുടിച്ച് ഒന്ന് വിശപ്പൊക്കെ ഒന്ന് മാറ്റട്ടെ ഗൈസ്. അപ്പൊ ചമ്മന്തിയൊക്കെ കിട്ടും കേട്ടോ. നല്ല അടിപൊളി മുരിഞ്ഞ സവാള വടയാണ്. ഇത് നമ്മുടെ ലേബർ ജംഗ്ഷനിൽ നമ്മൾ ഇറങ്ങുമ്പോൾ തന്നെ കുറേ തട്ടുകടകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് കാണുന്ന ഒരു ചേട്ടനും ചേച്ചിയും കൂടി നടത്തണ തട്ടുകടയിലാണ്. അവിടെ നിന്നാണ് മിക്കപ്പോഴും ചായക്കടി വാങ്ങിക്കുന്നത്. നല്ല നല്ല മൊരിയാന്നുള്ള സവാള വടയാണ് ഗൈസ്. അപ്പം അതും ചമ്മന്തിയൊക്കെ മുക്കി കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മൾക്ക് മീൻ വെട്ടാൻ വേണ്ടി പോകണം. ഇതേ അരിയത്ത് അമ്മമാരുടെ അരിയത്ത് പിള്ളേര് പോകാണ്ട് നിൽക്കൂലേ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ, അതേപോലെയാണ് ഇവന്റെ പാട്. എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനങ്ങാൻ പറ്റൂല. എന്റെ പുറേന്ന് മാറാണ്ട് ഇപ്പൊ താഴെ തന്നെ നോക്കി ഇങ്ങനെ ഇരിപ്പുണ്ട് പൂച്ച. മീൻ വെട്ടനോട് തരിയത്ത് നിൽക്കണ പോലെ പൂച്ചക്കോരം അവൻ്റെ താഴെ ഇരിപ്പുണ്ട്. ഈ ഷൂളൊക്കെ കണ്ട നേരം എൻ്റെ അരിയത്തിരിക്കണത് അത് മുഴുവനും പുള്ളിക്കാരൻ കളക്ട് ചെയ്തുകൊണ്ടുവന്നാണ്. ഞാൻ ആരെങ്കിലും വന്ന് ചോദിക്കണ നേരത്ത് എടുത്തു കൊടുക്കാറാന്ന് ഓർത്തിട്ട് നമ്മളവിടെ ശേഖരിച്ച് വെച്ചേക്കാണ്. എൻ്റെ അതേ പുറേന്ന് കണ്ട അങ്ങോട്ട് മാറിക്കഴിഞ്ഞാൽ അങ്ങോട്ട് വരും, ഇങ്ങോട്ട് മാറി ഇങ്ങോട്ട് വരും. എൻ്റെ പുറകെ കൂടി നടപ്പാണ്. അപ്പം ബാക്കി വന്ന മീനൊക്കെ ചിറകും മുളക് വെട്ടി കഴിഞ്ഞിട്ട് കല്ലുമിട്ട് നല്ല പോലെ ഒന്ന് തേച്ച് എടുക്കാൻ വേണ്ടിയിട്ട് കല്ലിൻ്റെ അരിത്തൊട്ട് പോന്നേക്കാണ്. ഇരുട്ടായിട്ടില്ല, അപ്പോൾ വേഗം കല്ലിൻ്റെ അവിടെ ഇട്ട് തേച്ച് വൃത്തിയാക്കി കഴുകിയൊക്കെ എടുക്കാമെന്ന് ഓർത്തു. അപ്പോൾ വെട്ടലും കഴുകലൊക്കെ കഴിഞ്ഞിട്ട് നല്ല അടിപൊളിയായിട്ട് കറുവപ്പ് മീനൊക്കെ വെട്ടി കഴുകി വൃത്തിയാക്കി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടേ. ഇനിയിപ്പോൾ വറുക്കാനുള്ളത് മാറ്റി വെക്കണം, കറി വെക്കാനുള്ളത് മാറ്റി വെക്കണം. അങ്ങനെ ഈ സൈഡിൽ നിന്നൊന്ന് വെട്ടിക്കളഞ്ഞ് അതിൻ്റെ ഉള്ളിലത്തെ ഒരു പാട പോലെ ഇരിക്കുന്ന ഭാഗങ്ങളൊക്കെ നല്ലോണം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. അതേ നല്ല ഭംഗിയായിട്ട് വെട്ടി കഴുകിയെടുത്ത് കഴിഞ്ഞിട്ട് ഇനിയിപ്പം മിക്കും ഇപ്പോൾ 2-3 ദിവസമായിട്ട് മീൻ കഴിക്കൂലായിരുന്നു. അപ്പോൾ
ഇന്നലെ യാദർശികമായിട്ട് മീൻ വറുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ ഒരു കിള്ള് കൊതി വന്ന് അങ്ങനെ എടുത്ത് കഴിച്ചപ്പോഴാണ് മീനിന്റെ ടേസ്റ്റ് പുള്ളിക്കാരൻ അറിയണം. അപ്പൊ ഇന്നലെ മുതൽ ഇപ്പൊ വാക്കുകളാണ് മീൻ വറുത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരിക്കണം. ടേസ്റ്റ് അറിയാത്തതുകൊണ്ട് പുള്ളിക്കാരൻ കഴിക്കാണ്ടിരുന്ന വെച്ചത്. അപ്പൊ പുള്ളിക്കാരന് മീൻ വറുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചധികം മീൻ വാങ്ങിച്ചേക്കുന്നത്. അപ്പൊ മീനൊക്കെ വാങ്ങിച്ച് നമുക്ക് കറി വെക്കാനുള്ളത് കരിഞ്ഞെടുക്കണുണ്ട്. വറുക്കാനുള്ളത് വരവിട്ടിട്ട് മുളകുപൊടി മഞ്ഞപ്പൊടിയൊക്കെ പരത്തിയിട്ട് ഇനി അതും വെക്കണം. അപ്പൊ കുറെ ദിവസമായി ഇങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ മടിഞ്ഞൊടിഞ്ഞ് നിൽക്കുകയാണ്. ശരിക്കും നമ്മൾ വീഡിയോസ് കിട്ടണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വീഡിയോസുകൾ ചെയ്താലാണ് അതിനൊരു നമ്മൾ വിചാരിച്ചൊരു റിസൾട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ മടി കൂടാണ്ട് വീഡിയോ ചെയ്യണം. ഇതെല്ലാം എനിക്കറിയാം, പക്ഷെ എപ്പോഴോ ഇങ്ങനെ ഡൗൺ ആയി ഇങ്ങനെ പോകും. അപ്പം ഇത്തിരി ഡൗൺ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒന്ന് വീണ്ടും പോസിറ്റീവ് ആവാൻ വേണ്ടിയിട്ട് വീണ്ടും വീഡിയോ ചെയ്യാമെന്ന് ഓർത്തത്. വീഡിയോ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ പണി എടുക്കണേൻ്റെ ആ ഒരു ഭാരം നമ്മൾക്ക് അങ്ങനെ എനിക്ക് തോന്നാറില്ല. അതുകൊണ്ട് അപ്പം ഇന്ന് പണി ഇപ്പം ഇത്തിരി കൂടുതലുള്ളതുകൊണ്ട് വീഡിയോയും എടുക്കാമെന്ന് ഓർത്ത്. അപ്പം വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് ആ വീഡിയോ എടുക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് കൊണ്ട് എൻ്റെ പണികളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോയിക്കോളും. സാധാരണ ഉണ്ടാക്കണ പോലെ എനിക്ക് ഈ ഒരൊറ്റ മീൻകറി മാത്രം ഉണ്ടാക്കാനായിട്ട് സാധാരണ അറിയുള്ളൂ ഗൈസ്. മീൻകറി എന്ന് പറഞ്ഞാൽ അരച്ചറി ഉണ്ടാക്കാനായിട്ട് ഈ ഒരു ടൈപ്പിൽ ഞാൻ ചെയ്യാറുള്ളൂ. മുളകുപൊടി മഞ്ഞപ്പൊടി ഇതൊക്കെ എടുത്തിട്ട് നേരെ നമ്മൾ പുളിവെള്ളത്തിലേക്ക് ഇട്ട് ഒന്ന് തിളച്ച് അങ്ങോട്ട് വരുമ്പോഴേക്കും ലാസ്റ്റ് തേങ്ങാപ്പാൽ ഒഴിച്ച് അങ്ങോട്ട് ഇറക്കിയെടുക്കും. വേഗം എളുപ്പം സിമ്പിളായിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോഴേക്കും നമ്മളുടെ ചവിട്ടാടക്കാരൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നേക്കണ പലഹാരമൊക്കെ എടുത്തുകൊണ്ട് ഒരെണ്ണം പോയതിനകത്തോട്ട്. ഇനിയിപ്പം നമുക്ക് തേങ്ങാപ്പാലിന് വേണ്ടിയിട്ട് ഒരു തേങ്ങ അടുപ്പുണ്ടാകത്ത് ഒന്ന് പൊതിച്ചൊക്കെ എടുക്കണം. പണ്ടൊക്കെ തേങ്ങയൊക്കെ പൊതിക്കാൻ എനിക്ക് ഒരു ABCD അറിഞ്ഞൂടായിരുന്നു. ഇപ്പം എത്ര തേങ്ങ വേണമെങ്കിലും ഇട്ടെന്ന് കഴിഞ്ഞാൽ എനിക്ക് പൊതിക്കാൻ പറ്റുന്ന ഭാഗത്തിലൊക്കെ ആയി ഞാൻ. അപ്പോൾ തേങ്ങ പൊട്ടിച്ച് കഴിഞ്ഞിട്ട് തേങ്ങ പൊതിക്കണ പോട്ടെ, തേങ്ങ വെട്ടിയിട്ട് ഇതേപോലെ 2 കഷ്ണമൊക്കാനൊക്കെ ഒന്നും എനിക്ക് അറിയുകയും കൂടി ഇല്ലായിരുന്നു. ഞാൻ എപ്പോഴും ആലോചിക്കും ഇങ്ങനെയൊക്കെ പൊളിക്കുമ്പോൾ 14 കഷ്ണമൊക്കെ ആയിട്ടാണ് കൈ കിട്ടണത്. ഇപ്പം ഞാൻ ഭയങ്കര എക്സ്പെർട്ടാണ്. ഒരു വെട്ടിന് 2 കണ്ട നല്ല അടിപൊളിയായിട്ട് റൗണ്ടിൽ കിട്ടിയത്. അപ്പോഴേക്കും നമ്മളുടെ മീനൊക്കെ നല്ലോണം ഉപ്പും മുളകൊക്കെ പിടിച്ചിട്ട് നല്ലോണം വറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ തേങ്ങാപ്പാലൊക്കെ ഒന്ന് തേങ്ങയൊക്കെ കൊത്തിയെടുത്ത് കഴിഞ്ഞിട്ട് പിഴിഞ്ഞൊഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻകറി റെഡിയാണ്. അപ്പം ഞാൻ പോയി കുളിച്ച് റെഡിയായി വന്ന്. അതിന് മുന്നേ ഞാൻ TV ഒക്കെ കണ്ടു, ഒരു സിനിമയൊക്കെ കണ്ടുകൊണ്ടിരുന്നുണ്ട് വേഗം അച്ചിങ്ങ കുടിച്ചെടുത്തിട്ട് നാളേക്ക് കൊണ്ടുപോകാനുള്ളത്. പിന്നെ നമ്മ ഇപ്പം ഇട്ടേച്ച ഉടുപ്പും കുറച്ച് ഡ്രസ്സുകളൊക്കെ അലക്കാനുണ്ട്. രാത്രിയാണ് എൻ്റെ അലക്കലും കാര്യങ്ങളൊക്കെ. വൈകുന്നേരം ഒരു 8 മണിയൊക്കെ ആകുമ്പോഴേക്കും അലക്കാൻ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഒരു 10 മണി 11 മണിയൊക്കെ ആകുമ്പോഴേക്കും അലക്കൊക്കെ കഴിഞ്ഞ് കിട്ടും. നാളെ നേരം വെളുക്കുമ്പോൾ തന്നെ വേഗം വിരിച്ചിട്ട് കഴിഞ്ഞാൽ അത്ര സമയം പോകില്ല. അപ്പോഴേക്കും നമ്മുടെ മേശപ്പുറത്തൊക്കെ വീണ്ടും പാത്രം. അപ്പോഴേക്കും നമ്മുടെ അനീഷേട്ടൻ വന്ന്. അപ്പം അനീഷേട്ടനെ കൂടി കുറച്ച് നേരം മുമ്പസ്തിരുന്ന് വർത്താനം പറഞ്ഞ് ഞാൻ വഴക്കിട്ടേക്കണം. വേറെ ഒന്നല്ല, വീട്ടിലത്തെ പണിയൊക്കെ ചെയ്ത് ദേഷ്യം കയറിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കണം. അപ്പം അതാരണം ഇടഞ്ഞിരിക്കണ ഇരിപ്പുണ്ടാ. അപ്പം ഇതേ ചവിട്ട് നാടകത്തിന് പോണാറിന് ഇപ്പം ചവിട്ട് നാടകം പഠിപ്പിക്കലാണ് വൈകുന്നേരം വന്നിട്ട്. അപ്പം പണ്ടത്തെ ചവിട്ട് നാടകക്കാരനായിരുന്നു. അപ്പം ചൂടുകളൊക്കെ പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കി കൊടുക്കണ ആ നേരം കൊണ്ട് ഞാൻ പോയി മീനൊക്കെ വറുക്കാനൊക്കെ ഇട്ട് പാത്രമൊക്കെ എടുത്ത് വെക്കണം നമ്മൾക്ക് ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട്. ചോറ് കഴിക്കാൻ വേണ്ടി ഞാൻ വന്നപ്പോഴാണ് ചോറ് ഇട്ടിട്ടില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കറിയൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ എല്ലാ പണികളും കഴിഞ്ഞെന്ന് ഓർത്ത് ഞാൻ വീട്ടിലെൻ്റെ അകത്തോട്ട് കയറിപ്പോയി. പക്ഷെ ചോറില്ലായിരുന്നു. അപ്പം നമ്മൾക്ക് ഇനിയിപ്പോൾ ചോറ് വെച്ച സമയം വെറുതെ കളയണ്ട, പോയി പൊറോട്ട ചപ്പാത്തി എന്തെങ്കിലും വാങ്ങിച്ചു തരാമെന്ന് പൊറോട്ട അനിച്ചിട്ട് ഞങ്ങളെ വിളിച്ചിട്ട് അപ്പം തന്നെ പോയിട്ട് നമ്മുടെ വീടിനരിയിൽ തന്നെ ഒരു ചപ്പാത്തി പൊറോട്ടയൊക്കെ കിട്ടുന്ന ഒരു സ്ഥലമുണ്ട് തിരുത്തിപ്പുറത്ത്. ചപ്പാത്തി കമ്പനി പാഴ്സലായിട്ടും ഇതായിട്ടൊക്കെ കിട്ടും നമ്മൾക്ക്. അപ്പോൾ പെട്ടെന്ന് വിരുന്നാരൊക്കെ വന്നു കഴിഞ്ഞാൽ ഒട്ടും പേടിക്കുകയൊന്നും വേണ്ട. നമുക്ക് വേഗം ഇവിടെ വന്നു കഴിഞ്ഞാൽ ചപ്പാത്തിയെങ്കിൽ ചപ്പാത്തി, പൊറോട്ടയെങ്കിൽ പൊറോട്ട, പത്തിരിയെങ്കിൽ പത്തിരി, അങ്ങനെ എല്ലാം ഇവിടെ കിട്ടും. അപ്പം നേരെ നമ്മളിവിടെ വന്നു കഴിഞ്ഞിട്ട് എന്തെങ്കിലും വാങ്ങിച്ചു കൊണ്ട് പോയി നമുക്ക് തൽക്കാലം ഇന്നത്തെ കാര്യം കഴിച്ചു കിട്ടാന്ന് ഓർത്തിട്ട് നമ്മളിങ്ങനെ പോന്നേക്കണം. അപ്പം നല്ല ചൂടൻ പൊറോട്ട കിട്ടിയിട്ട് അപ്പോൾ ചൂടൻ പൊറോട്ടയൊക്കെ വാങ്ങിച്ചിട്ട് ഇങ്ങനെയൊക്കെ അബദ്ധം നിങ്ങൾക്കും പറ്റാറുണ്ടോ? ഞാനെല്ലാം വെച്ച് വേവിച്ച് കറിയൊക്കെ വെച്ച് കഴിഞ്ഞെന്ന് ഓർത്ത് ആശ്വസിച്ച് അകത്ത് പോയിരിക്കുന്നു. ചോറെടുക്കാൻ പാത്രമൊക്കെ നിരത്തി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചോറ് വെച്ചിട്ടില്ല, മറന്നു പോയി. രാവിലെ ഇത്തിരി ചോറുണ്ടായിരുന്നു, അപ്പം തിളപ്പിച്ചുറ്റിയിട്ടാണ് രാവിലെ പോയത്. അപ്പം രാത്രി വന്ന് ചോറെടുക്കാമെന്ന് കഴിഞ്ഞപ്പം ചോറില്ല.
9:30 മണിയായി കഴിഞ്ഞപ്പോഴാണ് ചോറില്ല എന്നുള്ളത് നമ്മൾ കണ്ടത്. ഇനിയിപ്പോ പൊറോട്ട വാങ്ങിക്കാന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പൊറോട്ട വാങ്ങിക്കാൻ പോയി. ഇല്ലെന്നുണ്ടെങ്കിൽ പൊറോട്ട ഒന്ന് ഇന്നേരത്ത് പോയി വാങ്ങിച്ച് അങ്ങനെ കഴിക്കൂല കേട്ടോ. ചോറ് ഞാൻ വെക്കാന്ന് പറഞ്ഞതാണ്, പിന്നെ ചേട്ടൻ വേണ്ടാന്ന് നിർബന്ധമായിട്ട് പറഞ്ഞാലാണ് നമ്മൾ പൊറോട്ട പോയത്. പൊറോട്ട അത്ര ഹെൽത്തിന് നല്ലതല്ലെന്ന് നമുക്കും അറിയാം. പിന്നെ ഇങ്ങനെയൊക്കെ ഓരോ അബദ്ധങ്ങളൊക്കെ പറ്റുമ്പോ ഈ ഒരു സാഹചര്യത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിലൊക്കെ പൊറോട്ടയൊക്കെ കഴിക്കാം. പൊറോട്ടയും ബീഫാണ് കോമ്പിനേഷൻ, പക്ഷെ ബീഫ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് മീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാന്ന് ഓർത്തിട്ട് അപ്പൊ മീൻ കറിയും പൊറോട്ടയും കൂടി കഴിക്കാൻ പോയിന്. അപ്പൊ മീൻ വറുത്തതും ഉണ്ട്, മീൻ കറി വെച്ചതും ഉണ്ട്. അപ്പൊ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഇന്ന് അങ്ങനെ പോട്ടേന്ന് ഓർത്തിട്ട് നമ്മൾ കഴിക്കാൻ തുടങ്ങിയിട്ടോ. അപ്പൊ ഇനിയിപ്പൊ ഞങ്ങള് പൊറോട്ടയും മീൻകറിയൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പോയി കിടന്ന് ഉറങ്ങും. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു വിശേഷങ്ങള്. അപ്പൊ വിശേഷങ്ങളൊക്കെ കണ്ട് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.